നമസ്കാരം. സൺഡേ സ്റ്റോക്ക് ടാക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോംജി സ്മിറിൽ സോംജി സംസാരിക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ഈ കഴിഞ്ഞുപോയ ഈ ആഴ്ച വളരെ സംഭവബഹുലമായി തന്നെയാണ് കടന്നുപോയത്. മാർക്കറ്റ് സംശയങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കും ഒരുപാട് സാധ്യതകൾ നൽകിക്കൊണ്ട് കയറിയും ഏറിയും കുറഞ്ഞും ഒക്കെ അങ്ങനെ നടക്കുകയാണ് ഉണ്ടായത്. വമ്പൻ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടായി എന്ന് പറയാനാവില്ല. ഇന്ത്യ വിക്സ്, അതായത് ചാഞ്ചാട്ടത്തിൻ്റെ അളവുകോലായിട്ടുള്ള ഇന്ത്യ വിക്സ് ഉയർന്നു താഴ്ന്ന് അങ്ങനെ മാറി മാറി നിന്നു. അതിപ്പോൾ 20ലേക്ക് താണിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൻ്റെ ചാഞ്ചാട്ടം ഒരിത്തിരി കുറയുന്നു എന്നാണ് അത് കാണിക്കുന്നത്. ഇന്ന് നടന്ന പ്രത്യേക ട്രേഡിങ്ങിൽ മാർക്കറ്റ് അല്പം ഉയർന്നു തന്നെയാണ് കണ്ടിട്ടുള്ളത്. 22,500 മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ടുണ്ട്. ഇതൊക്കെ മാർക്കറ്റിൻ്റെ വോളറ്റൈലിറ്റി ഒരല്പം കുറയുന്നു എന്നാണ് സൂചന നൽകുന്നത്. ഞാനിതിനെ ഈ സംവിധാനത്തെ ഇപ്പോൾ ഇത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഈ വിക്സിൻ്റെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇലക്ഷൻ സമയമാണ്. ഇലക്ഷൻ സമയത്ത് മാർക്കറ്റ് ഒരുപാട് സംശയങ്ങളുടെ പുറത്താണ് നീങ്ങുന്നത്. ഒരുപാട് ഊഹാപോഹങ്ങൾ മാർക്കറ്റിൽ വരുന്നുണ്ട്. ഈ BJP എത്ര സീറ്റ് കിട്ടും, BJP വിജയിക്കുമോ, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ ചെവി കൊടുക്കുന്ന ഒരിടമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ആദ്യമായി ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർ ഇത്തരം ചാഞ്ചാട്ടങ്ങൾ കാണുമ്പോൾ ഭയപ്പെടുന്നവർ ഉണ്ടാവും. അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് നിക്ഷേപിച്ചു തുടങ്ങിയവർക്കും സംശയങ്ങൾ ഒരുപാടുണ്ടാവും. അത്തരം സംശയങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടപെടുക എന്നാണ് ഞാൻ പറയുകയുള്ളൂ. നല്ല കമ്പനികൾ തിരഞ്ഞെടുക്കുക. നല്ല കമ്പനികളുടെ ഷെയറുകൾ ഒരുപാട് താഴ്ന്നുണ്ടാവാം, അതേപോലെ തന്നെ ഉയർന്നുണ്ടാവാം. നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങളതിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വിശ്വാസം തുടരാവുന്ന ഒരു അവസ്ഥയുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. അങ്ങനെ തുടരുക. മാർക്കറ്റ് ഇങ്ങനെ പല രീതിയിലും പോവുകയും വരികയും ഒക്കെ ചെയ്യും. പക്ഷെ നിങ്ങളുടെ ഷെയർ, നിങ്ങൾ തീരുമാനിച്ചിട്ട് വാങ്ങിച്ചിട്ടുള്ള ഷെയർ ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക. അത് നല്ല റിട്ടേൺ തരുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഇതുപോലുള്ള അവസരങ്ങൾ, ഇതുപോലുള്ള ചാഞ്ചാട്ടങ്ങൾ നിങ്ങളുടെ അവസരങ്ങളാക്കി മാറ്റണം. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ മാർക്കറ്റ് കുതിച്ചു പോകും എന്നുള്ളതിന് സംശയിക്കാൻ ഇടയില്ലാത്ത രീതിയിലാണ് ഇപ്പോഴുള്ള മാർക്കറ്റിൻ്റെ പ്രവർത്തനം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. BJP നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കറ്റ് കുതിച്ചുയരും. അപ്പോൾ നിങ്ങൾ നിക്ഷേപിക്കാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളിൽ നിക്ഷേപിച്ചില്ലെങ്കിൽ നമ്മൾക്ക് വലിയ സങ്കടം തോന്നും. അതേസമയം നിങ്ങൾ നല്ല രീതിയിലല്ല നിക്ഷേപിച്ചെങ്കിലോ അത് ഉയരാതെ ബാക്കിയുള്ള ഷെയറുകളെല്ലാം ഉയർന്നു പോയി എന്നിരിക്കും. ഇതിനൊന്നും ഇട നൽകാതെ നിങ്ങൾ ചെയ്യേണ്ടത്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ, ഇൻഡെക്സിലുള്ള ലാർജ് ക്യാപ്പ് ഓഹരികളിൽ ഏറ്റവും താഴെ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇടിവ് നന്നായി സംഭവിച്ചിട്ടുള്ള നല്ല ക്വാർട്ടർലി റിസൾട്ട് വിട്ടിട്ടുള്ള കമ്പനികളിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. ഇലക്ഷൻ വരും പോകും. ഇലക്ഷൻ കഴിയുമ്പോൾ മാർക്കറ്റ് ഇന്നത്തെ നിലയിൽ നിന്ന് ഇപ്പോൾ 23,500 എന്നുള്ളതൊക്കെ 22,500 എന്നുള്ളത് 23,500, 24,000 ലെവലിലേക്ക് നിഫ്റ്റി ഉയരുക തന്നെ ചെയ്യും. അതൊക്കെ വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകും ഇലക്ഷൻ വന്നു കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, ഇനി എപ്പോഴാണ് എന്ന് ആവും നമ്മളുടെ അവസ്ഥ. മാർക്കറ്റിൽ അതുകൊണ്ട് ഇടപെടാതെ മാറി നിൽക്കരുത്. മാറി നിൽക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടുന്നു എന്നാണ് അതിനർത്ഥം. ഭയപ്പെട്ട് മാറി നിൽക്കേണ്ട ഒരു ഇടമല്ല സ്റ്റോക്ക് മാർക്കറ്റ്. ഭയപ്പെടുന്നവൻ്റെ പൈസ പോവുക തന്നെ ചെയ്യും. ഭയപ്പെടാതെ നല്ല രീതിയിൽ നിങ്ങൾ തുടരുക. തുടരുമ്പോൾ നല്ല ഷെയറുകൾ നോക്കി വാങ്ങുക. നല്ല ഷെയറുകളിൽ നിക്ഷേപിച്ചുകൊണ്ട് മനസ്സമാധാനത്തോടെ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ക്ഷമയോടെ ഇരിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്റ്റോക്ക് നല്ല പെർഫോമൻസ് കാണിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇലക്ഷൻ സമയം കൈകാര്യം ചെയ്യേണ്ടത് ആ രീതിയിലാണ്. മാർക്കറ്റ് ഉയരുക തന്നെ ചെയ്യും. ഇന്നത്തെ അവസ്ഥയിൽ ഇപ്പോൾ കണ്ടു തുടങ്ങുന്ന ഒരു അവസ്ഥ അതാണ്. അടുത്ത ഒരു 2 ആഴ്ച കൂടി കഴിയേണ്ടി വരും നമ്മളുടെ റിസൾട്ട് വരാൻ. ആ 2 ആഴ്ചയിൽ മാർക്കറ്റ് ഇതുപോലെയൊക്കെ ചെറിയ ചലനങ്ങളോടെ താഴും പൊങ്ങിയൊക്കെ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
റിസൾട്ട് വരാനായി നോക്കിയിരിക്കുകയാണത്. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആദ്യമായി വരാൻ കാത്തിരിക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും, സ്റ്റോക്ക് മാർക്കറ്റിൽ എന്നും ശ്രദ്ധിക്കാത്ത കുറച്ച് ആളുകളുണ്ടാവും, സാമ്പത്തികമായി ഉയരണമെന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു എന്താ പറയുക സംഭാഷണം ഇവിടെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. അതിൽ ഏറ്റവും താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ള ആളുകളും പോലും ഒന്ന് തയ്യാറെടുക്കണം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതി എന്ന് പറയുന്നത് അടുത്ത ഒരു 10-20 വർഷത്തേക്ക് ഏറ്റവും മുൻനിരയിൽ നിന്ന് ലോകത്തെ നയിക്കാൻ പോകുന്നത് ഇന്ത്യയാണ് സാമ്പത്തിക രംഗത്ത്. അപ്പോൾ നമ്മൾക്ക് നേരിട്ട് ആ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ പങ്കാളികളാകണമെങ്കിൽ ഇതിനുള്ള ഏറ്റവും വലിയ അവസരമാണ് സ്റ്റോക്ക് മാർക്കറ്റ്, അല്ലെങ്കിൽ ഏറ്റവും മുൻനിരയിലുള്ള ഏറ്റവും ആദ്യത്തെ അവസരമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അതിൽ പങ്കാളികളാവുന്നതിലൂടെ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ നിങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കാം. അതാണ് അതിൻ്റെ ഒരു ഗുണം. സ്റ്റോക്ക് മാർക്കറ്റിലെ മറ്റു ഉപകരണങ്ങളായ മ്യൂച്വൽ ഫണ്ട് ആയാലും ഡെപ്റ്റ് ബോണ്ടുകളായാലും ഒക്കെ അത് തന്നെയാണ്. ഇതിൻ്റെ പുരോഗതിയിൽ പങ്കെടുക്കാനുള്ള അവസരമാണ് സ്റ്റോക്ക് മാർക്കറ്റ് തരുന്നത്. നിങ്ങൾ അതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അടുത്ത 10-20 വർഷം കൊണ്ട് സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന അഭൂതപൂർവമായ വളർച്ച, GDP-യിൽ ഉണ്ടാകുന്ന ആ മാറ്റം, അത് നമ്മൾക്ക് ഉപകാരപ്രദമാകണം, അല്ലെങ്കിൽ നമ്മൾക്കും അതിൽ പങ്കെടുക്കാനാവണം. നമ്മൾ സാമ്പത്തിക മുന്നേറ്റത്തിൽ പങ്കെടുക്കുക തന്നെ ചെയ്യും എന്ന് വിചാരിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇന്നത്തെ പത്രത്തിൽ കണ്ടിട്ടുള്ള UN-ൻ്റെ എക്കണോമിക് വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ GDP ഗ്രോത്ത് 2024 സാമ്പത്തിക വർഷത്തിൽ 6.9% ആക്കി അവർ ഉയർത്തിയിട്ടുണ്ട്. 6.2% എന്നാണ് അവർ മുൻപ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് 6.9% ആണെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് IMF-ൻ്റെ റിപ്പോർട്ട് വന്നതിലും അവർ മാറ്റം വരുത്തിയായിരുന്നു. 6.2% GDP വളർച്ച ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അവർ 6.8% ആണ് GDP-യുടെ വളർച്ച എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇതൊക്കെ കാണിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ ലോകത്തെ എല്ലാ എക്കണോമികളെയും ഫാസ്റ്റായിട്ട് വളരുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് ആ വളർച്ചയിൽ പങ്കാളികളാവണ്ടേ? അതിനു വേണ്ടിയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുമെന്ന്. സ്റ്റോക്ക് മാർക്കറ്റ് അതിനുള്ള നേരായ വഴിയാണ്. നേരെ നിങ്ങൾക്ക് ആ പുരോഗതിയിൽ പങ്കെടുക്കാൻ പറ്റുന്നത് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിലൂടെ ആയിരിക്കുമെന്ന് ഞാൻ പറയാം. അപ്പോൾ നമ്മൾക്ക് ഇനി വരാൻ പോകുന്ന 2 ആഴ്ച എന്ന് പറയുന്നത് ഇലക്ഷൻ പ്രമാണിച്ചുള്ള ചാഞ്ചാട്ടങ്ങളും ഊഹാപോഹങ്ങളും ഒക്കെ ആയിട്ടുള്ള ദിവസങ്ങളായിരിക്കും. ശ്രദ്ധിക്കുക, നിക്ഷേപിക്കുന്നവർ വളരെ ജാഗ്രതയോടെ ഇരിക്കേണ്ട സമയമാണ്. അങ്ങനെയുള്ള ഷെയറുകളിൽ മാത്രമേ എന്തെങ്കിലും പൈസ മുടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാവുള്ളൂ. ഇൻഡെക്സ് ഷെയറുകളിൽ, ലാർജ് ക്യാപ്പ് ഓഹരികളിൽ ഇപ്പോൾ അല്പമൊക്കെ മങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ 5-10% താഴോട്ട് വന്നിട്ടുള്ള ലാർജ് ക്യാപ്പ് ഓഹരികൾ നോക്കി മാർക്കറ്റ് ഇലക്ഷൻ കഴിയുമ്പോൾ കുതിക്കാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന അത്തരം ഷെയറുകളിൽ മാത്രം നിക്ഷേപിക്കുക. അറിയാത്ത ഷെയറുകളിലും അല്ലെങ്കിൽ ഒരുപാട് കുതിച്ചു പാഞ്ഞു പോയി കഴിഞ്ഞ ഷെയറുകളിലും ഏറ്റവും 52 വീക്ക് ഹൈയിലൊക്കെ നിൽക്കുന്ന ഷെയറുകളിലും നോക്കി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഫണ്ടമെൻ്റലി നമ്മൾക്കറിയാവുന്ന ഇൻഡെക്സ് ഷെയറുകൾ, അതിൽ ലാർജ് ക്യാപ്പ് ഷെയറുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ അത് ഒക്കെ തന്നെ കുതിച്ചു പായാൻ സാധ്യതയുള്ളതാണ്. അദാനി പോർട്ട് അതുപോലെയുള്ള ഒരു ഷെയറാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അദാനി പോർട്ടിന് ഒരുപാട് പുതിയ പദ്ധതികൾ, വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള പദ്ധതികൾ അദാനിയുടെ ചാലിലാവാനിരിക്കുകയാണ്. അതൊക്കെ കമ്പനിയുടെ ക്യാഷ് ഫ്ലോയിലേക്ക് ഒരുപാട് സംഭാവനകൾ നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെയാണ് ടാറ്റയുടെ ഒരു സ്റ്റോക്കാണ് ടാറ്റ എലക്സി. ഇത്തവണ അത് അത്ര മികച്ച ഫലങ്ങളല്ല പുറത്തുവിട്ടതെന്നാണ് പറയുന്നത്. ചില എബിറ്റയിലും ഒക്കെ ചെറിയ സ്ലോ ഡൗൺ കാണുന്നുണ്ട് ആ കമ്പനിയുടെ ഇതിൽ. ഫ്യൂച്ചറിലേക്കുള്ള അവരുടെ കമൻറ്റുകളും അത്ര ഒരു ഇതിലല്ല എന്നൊക്കെ കരുതി അത് ഷെയർ ഇപ്പോഴത്തെ താണു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ ഷെയറുകളും ടാറ്റ എലക്സിയും ഈ അദാനി പോർട്ട്
നമുക്കൊന്ന് നോക്കി വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു ചെറിയ നിക്ഷേപമൊക്കെ അതിൽ നടത്തി നോക്കാവുന്നതാണ്. ഈ ഷെയറുകളിലെന്ന് ഞാൻ പറഞ്ഞത് പൂർണ്ണമായ അർത്ഥത്തിൽ നിങ്ങൾ അതിൽ നിക്ഷേപിച്ചോളണമെന്നൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ എൻ്റെ ഒരു അഭിപ്രായങ്ങൾ മാത്രമാണ്, നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ സമർപ്പിക്കുന്നതെന്നേ ഉള്ളൂ. അദാനി പോർട്ടിലൊക്കെ താഴാനുള്ള സാധ്യത, അത് ഉയർന്നു പോകാനുള്ള സാധ്യതയോളം തന്നെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം അതിൽ നിക്ഷേപിക്കാൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇലക്ഷനാണ്, അതിൻ്റെ റിസൾട്ട് വരുന്നത് വരെ നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാൻ. വലിയ നിക്ഷേപങ്ങൾക്ക് തുനിയാതിരിക്കുക. ഒരു മാർക്കറ്റിൻ്റെ എന്താ മുന്നോട്ടുള്ള ഗതി എങ്ങനെയാണെന്ന് സൂക്ഷ്മതയോടെ അറിഞ്ഞതിന് ശേഷം മാത്രം നിക്ഷേപിക്കുന്നതാണ് അതിൻ്റെ ശരിയെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ശ്രദ്ധയോടെ മാത്രം കൈകാര്യം ചെയ്യുക. താങ്ക് യു. വീണ്ടും കാണാം. നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിന് കമൻ്റ് ഇടുകയും ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ പറയുന്നു. സഹകരിക്കുക. താങ്ക് യു. വീണ്ടും കാണാം.